നമസ്കാരം. അയൽരാജ്യത്ത് തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര അതിർത്തിയിൽ മോദി സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ് പതിവായി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്ന ചിക്കൻ നെക്ക് ഇടനാഴി ഭീഷണിക്ക് ഇന്ത്യ ശക്തമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് പിടിച്ചെടുത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തും എന്നതടക്കമുള്ള പ്രസ്താവനകൾ ബംഗ്ലാദേശിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ നിലവിൽ അതീവ ജാഗ്രതയിൽ നിൽക്കുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾക്ക് സമീപമായി ഹിമാലയത്തിന്റെ താഴ്വരയിലാണ് സിലിഗുരു സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവയെ ഇന്ത്യൻ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കവാടമായി സിലിഗുരു മേഖല പ്രവർത്തിക്കുന്നുണ്ട്. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഈ ഇടനാഴിക്ക് ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇത് രാജ്യത്തിന്റെ ഗതാഗതം അതോടൊപ്പം തന്നെ പ്രതിരോധ ശൃംഖലയിലെ ഏറ്റവും സെൻസിറ്റീവായ മേഖലകളിൽ ഒന്നാണ്. ഏതെങ്കിലും സംഘർഷമോ അടിയന്തര സാഹചര്യമോ അഥവാ ഈ പ്രദേശത്തെ ഏതെങ്കിലും തടസ്സമോ ഉണ്ടായാൽ അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് തന്ത്രപരമായി നിർണായകമായ ചിക്കൻ നെക്ക് മേഖലയിൽ 75% പ്രദേശങ്ങളിലും പുതിയ ഒരു സുരക്ഷാ സംവിധാനം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് അതിർത്തി വേലി സ്ഥാപിച്ചുകൊണ്ട് BSF അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തി സുരക്ഷ വർദ്ധിപ്പിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. BSF ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പ്രത്യേകിച്ച് സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ 12 അടി ഉയരമുള്ള പുതിയതായി രൂപകൽപ്പന ചെയ്ത വേലിയാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ കാര്യമായ മാറ്റങ്ങൾ ഉൾപ്പെടെ അതിൽ BSF വരുത്തുന്നുണ്ട്. പുതിയ പദ്ധതി പ്രകാരം കന്നുകാലികളെ ശേഖരിച്ച് കടത്തലിനായി അതിർത്തിക്ക് സമീപം കൊണ്ടുവരുന്ന പ്രദേശങ്ങളാണ് BSF കൂടുതലായി ലക്ഷ്യമിടുന്നത്. കള്ളക്കടത്ത് ശൃംഖലയുടെ വേരുകളിൽ നിന്ന് തന്നെ തകർക്കുന്നതിനായി ആവശ്യമുള്ളപ്പോൾ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിരവധി കിലോമീറ്ററുകൾ വരെ BSF സംഘങ്ങൾ ഒരു നിർണായകമായ ഒരു റെയ്ഡ് നടത്തുന്നുണ്ട്. ഈ വേലി മുറിച്ചു കടക്കാൻ നിരവധി മിനിറ്റുകൾ എടുക്കും. അതിൻ്റെ ഉയരവും ഘടനയും കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ക്രമീകരണം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും കന്നുകാലി കള്ളക്കടത്ത് പോലുള്ള സംഭവങ്ങളും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്നവരെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം BSF അവരെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് അഥവാ BGBക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2025 ജനുവരി മുതൽ കന്നുകാലികൾ, സ്വർണം, വെള്ളി, വന്യജീവി ഉൽപ്പന്നങ്ങൾ, ആയുധങ്ങൾ, വെടിമരുന്ന്, മറ്റ് നിരോധിത വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം 85 കോടി രൂപയുടെ കള്ളക്കടത്ത് വസ്തുക്കൾ BSF പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അവർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പറയുന്നത്. 440 ബംഗ്ലാദേശികൾ, അത് കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ഉൾപ്പെടെ 152 ഇന്ത്യക്കാർ, മറ്റ് 11 വ്യക്തികൾ എന്നിവരെ ഇതേ കാലയളവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 187 ബംഗ്ലാദേശി പൗരന്മാരെ BGBക്ക് കൈമാറിയിട്ടുണ്ട്. വരും കാലഘട്ടത്തിൽ വേലി അത് വലിയ രീതിയിൽ തന്നെ ഒരു വേലിയെ കവറേജ് ചെയ്തുകൊണ്ട് വിപുലീകരിക്കുന്നതിനും സാങ്കേതിക നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അതിർത്തി കുറ്റകൃത്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ പ്രാദേശിക സമൂഹങ്ങളുടെ സഹകരണത്തോടെ അത് ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് BSF ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞത്. ചിക്കൻ നെക്ക് മേഖലയുടെ സുരക്ഷ ഒരു സാഹചര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ ഉറപ്പാക്കുന്നത്.